വീണ്ടും ഒരു ഓഫുള്ള ദിവസം. അപ്പോൾ പുറത്തിറങ്ങാൻ നിർവാഹമില്ല, ഇടയ്ക്കൊക്കെ മഴയുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. സിനിമ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഞാൻ. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ പടം ഞാനിരുന്ന് കാണാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ കാണണം. ഈ പോപ്കോണൊക്കെ ഉണ്ടാക്കി എന്തായാലും ഒരു ഹോം തിയേറ്ററിൻ്റെ ഫീൽഡിൽ തന്നെ നമുക്കിരുന്ന് കാണാം എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ഇൻസ്റ്റൻറ്റ് പോപ്കോൺ ഉണ്ടാക്കി. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഏഷ്യാനെറ്റ് മൂവീസിലൊരു സിനിമയാണ് കാണാൻ പോകുന്നത്. ഈ പോപ്കോൺ വിദ്യ കുട്ടികളെ പിടിച്ചിരുത്താനുള്ള ഒരടവാണ്. കാരണം തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് കുറച്ച് നാളായി. അവിടെ പോകണേലും അവർക്ക് പോപ്കോൺ മാത്രം മതി. വീട്ടിൽ ഞാൻ അവരെ ഇത് കൊടുത്തൊതുക്കാമെന്ന് കരുതി. ആ ഒറ്റ കേട്ടല്ലോ അല്ലേ, നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടോ. പോപ്കോണൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമുക്കിത് നല്ലോണം കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അടിയിൽ പിടിക്കാണ്ട് കരിയാണ്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. പണ്ട് ഞങ്ങളിങ്ങനെ സൺഡേ ആകാനായിട്ട് കാത്തിരിക്കും ഒരു സിനിമ കാണാൻ. അത് കഴിഞ്ഞ് നമ്മളെ ദൂരദർശനിലെ രാത്രി സിനിമ ഉണ്ടാവും. അത് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കാണും. അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണും. ശരിക്കും അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണല്ലേ. മൂന്നുപേരും കൂടെ കണ്ടിട്ട് രാത്രി 12 മണി 1 മണിയൊക്കെ ആവും. നമ്മുടെ ഏകദിന ക്രിക്കറ്റൊക്കെ തീരാനായിട്ട് 12:30 1 മണി ആകത്തില്ലേ. നമ്മളിങ്ങനെ ഇരുന്ന് കാണും. ഭയങ്കര ഹരമായിരുന്നു. അതുപോലെയാണ് സിനിമയും. പോപ്കോൺ ഉണ്ടാക്കിയപ്പോൾ തന്നെ ജോന് വന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം ചൂടായിരുന്നു, പിന്നെ അവനെ പാത്രത്തിൽ വെച്ച് കഴിച്ചു. അവന് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈവനിങ് മൂവിയാണ് കാണുന്നത് ഏഷ്യാനെറ്റ് മൂവീസിലെ. രാത്രി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർ ഉറങ്ങും, ഞാൻ മാത്രമായിപ്പോൾ സിനിമ കാണാൻ. അതുകൊണ്ടാണ് വൈകിട്ടാക്കിയത്. ജോലിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ നമുക്കൊരു സിനിമ കാണാം. പിള്ളേരെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. ഞാൻ 10th പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമയായിരുന്നു ഇത്, ക്ലാസ്മേറ്റ്സ്. അന്ന് ആ സമയത്ത് യുവാക്കളുടെ ഹൃദയം കീഴടക്കിയ സിനിമയെന്ന് വേണേൽ പറയാം. കാവ്യ മാധവന്, പൃഥ്വിരാജ്, ജയസൂര്യ എല്ലാവരും ഭയങ്കര രസമല്ലേ അത്. നമ്മുടെ ഓരോ പാട്ടും അതിലെ എല്ലാം വരികളും ജഗതി ചേട്ടൻ്റെ കോമഡിയും നമ്മുടെ മനസ്സിനെ എന്തോ പറയാൻ തൊട്ടുണർത്തിയ ഒരു സിനിമ. അതൊക്കെ വീണ്ടും ഓർമ്മ വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല. എൻ്റെ കൂട്ടുകാരി അർച്ചന എനിക്ക് ഈ സിനിമയുടെ കഥ ക്ലാസ്സിലിരുന്ന് പറഞ്ഞു തന്നതാണ് ഓർമ്മ. പിന്നീടാണ് ഞാൻ ഈ സിനിമ TV കാണുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഈ സിനിമയിലെ എൻ്റെ ഫേവറേറ്റ് സോങ് കാറ്റാടി തണലും തന്നെയാണ്. കാരണം നമ്മുടെ 10th തീരുന്ന ആ ഒരു സമയത്ത് ഈ പാട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ക്ലാസ്മേറ്റ് സിനിമ പോലെ ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിനിമ കാണുന്നതിനിടയ്ക്ക് ഇൻ്റർവെൽ വരുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ടായിരുന്നു. സിനിമ തീരുന്നത് വരെ മക്കളെ പിടിച്ചിരുത്തണമെങ്കിൽ ഇനി ഒരു വിദ്യയും കൂടെ ഉണ്ട്. അതായത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മിഠായി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കിട്ടുന്ന എല്ലാ ഫ്ലേവറിലുള്ള മിഠായിയാണ്. മാംഗോ, സ്ട്രോബെറി, കോക്കനട്ട് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ മിഠായിയൊക്കെ കഴിച്ച് അവസാനം വരെ ഇന്ന് സിനിമ കണ്ടു. അങ്ങനെ ലാസ്റ്റ് വരെ കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.